നമ്മുടെ ഉണക്കയുടെ കറി വെക്കാവേ. ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അരപ്പെല്ലാം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 2-3 പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ളത്, പിന്നെ മാങ്ങയാണ് ഇട്ടാക്കുന്നത്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്ര മതിയേ. അപ്പോൾ അരപ്പെല്ലാം അതിനകത്ത് ഇട്ട് ചേർത്ത് 2 ഉണക്കയിലയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കാവേ. പിന്നെ തേങ്ങയും അരച്ച് മഞ്ഞളും ചേർത്തിട്ടുള്ളേ നടുപ്പിലോട്ട് വെച്ചിട്ട് വേവിച്ച് കാണിക്കാവേ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ച് ഇത് വെള്ളത്തിനകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഉപ്പ് കാണുമോ, അല്ലെങ്കിൽ ഇത് അഴുക്കാവുമോ, വെയിലത്ത് വെക്കണമെന്നൊക്കെ ചോദിച്ചു. ഇതൊന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ ഉണക്കമീൻ വെള്ളത്തിൽ ഇടുന്ന പോലെ തന്നെ ഒരു 5-10 മിനിറ്റ് മാത്രം വെള്ളത്തിലിട്ടാച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് അതിൻ്റെ ഉപ്പൊക്കെ പോയി കിട്ടും. അപ്പോഴത്തേക്ക് നമുക്ക് കറി വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇത് വെയിലത്ത് വെക്കണമെന്ന് ചോദിച്ചു. വെയിലത്തൊന്നും വെക്കണ്ട, കഴുക്കൊന്നും ആകത്തില്ല കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് തന്നെ ഉപ്പിട്ട് വെച്ചാൽ മതി. അപ്പോൾ നല്ല വൃത്തിയുള്ള നമുക്ക് ഉണക്കമീൻ നമുക്ക് കിട്ടുകയും ചെയ്യാവേ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാവേ. ഇത് നമ്മുടെ ഉണക്കമീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, അതെ കണ്ടോ, കാണാമല്ലോ. ഞാനൊരു ശകലം മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ടേ. അതാ ഇച്ചിരി ചുമന്നിരിക്കുന്നേ. എന്നുവെച്ചാൽ എരിവ് നോക്കിയപ്പോൾ പച്ചമുളകിന് എരിവില്ലാത്ത കാരണം കൊണ്ട് ഇച്ചിരി എരിവ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ശകലം എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതുണ്ട്, നല്ല മാങ്ങയൊക്കെ നമ്മുടെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, വെന്ത് മാങ്ങയൊക്കെ നല്ല. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള ഉണക്കമീൻ, പഴുകാത്ത ഉണക്കമീൻ, നമുക്ക് ഉണക്കമീനൊക്കെ എത്ര നാൾ കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പം ഇതാകുമ്പോൾ നമുക്ക് ഫ്രഷോടുകൂടി ഉണ്ടാക്കാം കേട്ടോ. ഇതുണ്ടോ, ഉണക്കയില ഉണ്ടോ. ഇതിന് കറക്റ്റ് ഉപ്പും ഒക്കെ കേട്ടോ, ഉപ്പും പുളിയും എല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് അടിക്കണം, കമൻ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.